അതെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഡേ 16 ഓഫ് 30 ഡേയ്സ് ബിഫോർ മൈ ഡെലിവറി ഡ്യൂ ഡേറ്റ് ആണ് കേട്ടോ. വീടൊക്കെ ക്ലീൻ ചെയ്യലും അയാൻകുട്ടിയുടെ ടോയ്സും ബുക്സും ഒക്കെ ഒതുക്കി പെറുക്കലും തുണി അലക്കലും മടക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണു. അതിനിടയ്ക്ക് വീട്ടിലെ റൂംബ വാക്യൂം ക്ലീനർ കേടായി. ഇന്നലെ കോസ്കോയിൽ പോയപ്പോൾ റൂംബയ്ക്ക് പകരം ഷാർക്ക് ബ്രാൻഡിൻ്റെ ഒരു റോബോ വാക്യൂം വാങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ അതിനെ സെറ്റപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് അനുബേട്ടൻ. ചുമ കുറവുണ്ടെങ്കിലും മുഴുവനായിട്ട് മാറിയിട്ടില്ല. സോ ഞാനും അയാൻകുട്ടിയും ഒതുങ്ങിയിരുന്ന് ബുക്സ് വായിക്കുകയാണ്. കുപ്പിന്ന് വന്ന ഭൂതത്തിനെ പണിയെടുപ്പിക്കണ പോലെ നമ്മളെ കൊണ്ട് 100 പുസ്തകങ്ങൾ വായിപ്പിച്ചാലും മോന് മതിയാവില്ല കേട്ടോ. പുസ്തക പുഴുക്കുട്ടിയാണ് കക്ഷി. ഇപ്പോഴാണെങ്കിൽ എന്തുകൊണ്ട്, എങ്ങനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഐ ലവ് ടു റീഡ് ബുക്സ് ടു ഹിം. ഇവിടെയുള്ള എല്ലാവരും, വീട്ടിൽ വരുന്ന എല്ലാവരും ബുക്സ് വായിച്ചു കൊടുത്താൽ മാത്രം മതി അവൻ ഹാപ്പി ആവും. ഇന്ന് വേറെ ഒരു അജണ്ടയും കൂടെ ഉണ്ട് കേട്ടോ. അവനെ കുറച്ച് ഷെയറിങ് ടു നീഡി പീപ്പിൾ പഠിപ്പിക്കണം. അതിനുവേണ്ടി ഒരു കുഞ്ഞി പ്ലാൻ. കുറേ നാളായി ഡൈനോസർ ഹോട്ട് വീൽസ് ഗരാജ് ചോദിക്കണം. മമ്മ ഡാഡിയുടെ കയ്യിൽ രൂപയൊന്നും ഇല്ല, തീർന്നു പോയി, പിന്നെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു കുറേ നാളായിട്ട്. ഇന്ന് എവിടെയോ ഉള്ള ഏതോ ഒരു സ്ട്രേഞ്ചർ അങ്കിൾ ആൻറ്റി ആൻഡ് അവരുടെ ഒരു 6 year old മോൻ ടോയ്സ് ഇല്ലാത്ത കുട്ടികൾക്ക് ഈ ടോയ് ഗിഫ്റ്റായിട്ട് ഗിവ് അവേ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് രാത്രിയാകുമ്പോൾ അത് അവർ കൊണ്ടുതരാമെന്നും പറഞ്ഞിങ്ങനെ അയാൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചേക്കുവാണ്. നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി വാങ്ങിയതാണ് കേട്ടോ. അയാൻകുട്ടി എന്തായാലും ഹാപ്പിയായി. ആൻഡ് അവൻ്റെ പഴയ ടോയ്സ് വേറെ ടോയ്സ് ഇല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പകരം എന്നും സമ്മതിച്ചിട്ടുണ്ട് അവൻ. പതുക്കെ അവൻ സന്തോഷത്തോടെ ഷെയർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. നാളെ 38 വീക്സിൻ്റെ ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ബൈ എവ്രി വൺ, ടേക്ക് കെയർ. എന്താണ് It says ultimate garage.